നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ അസാധാരണമായിട്ടുള്ള ചില വാർത്തകളാണ്, സ്ഥിതിവിശേഷങ്ങളാണ് ലോക പൊളിറ്റിക്സിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് കിട്ടിയേ തീരൂ എന്ന ഒരു പിടിവാശിയിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ അത് ഏത് വിധേനയും ട്രംപിന്റെ നീക്കത്തെ ചെറുക്കുമെന്ന് ഗ്രീൻലാൻഡിലെ ജനങ്ങളും ഡെൻമാർക്കും ഒന്നടങ്കം പറയുന്നു. യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങൾ ഡെൻമാർക്കിന് പിന്തുണയുമായി ഗ്രീൻലാൻഡിന് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള ചില അലയൻസുകൾ, ചില നീക്കങ്ങൾ ലോക പൊളിറ്റിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ട്രംപിന്റെ ഈ നീക്കത്തെ തടയിടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ഈ താരിഫ് ഉയർത്തുമെന്ന ഭീഷണി കൂടി ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് നൗ ഇറ്റ്സ് ടൈം ആൻഡ് ഇറ്റ് വിൽ ബി ഡൺ എന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പിടിവാശി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശം ഏത് വിധേനയും കൈയെടുക്കും എന്ന ഒരു നിലപാട് ട്രംപ് സ്വീകരിക്കുന്നത്? ഈ ഒരു നിലപാടിനോട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ കർക്കശമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച് കഴിഞ്ഞാൽ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക്, വലിയൊരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ സ്റ്റാൻലി ജോർജ്. അദ്ദേഹം അമേരിക്കയിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം കേരളത്തിലാണ്. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം കൂടിയാണ്. 2020 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു ക്യാമ്പയിൻ ടീമിലൊക്കെ അംഗമായിരുന്നു. ഒപ്പം തന്നെ ജർമ്മനിയിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോസ് കുമ്പളവേലിൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സ്റ്റാൻലി ജോർജ്, പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ളവർക്ക് അറിയാൻ ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു പിടിവാശി ട്രംപ് ഈ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ എടുക്കുന്നു. എനിക്ക് നമ്മളിപ്പം ട്രംപ് അധികാരത്തിൽ വന്നിട്ട് 1 വർഷം തികയാൻ പോകുന്നു. അദ്ദേഹം ആ അധികാരം ഏറ്റെടുക്കുന്ന വേളയിൽ കൂടി ഈ ഗ്രീൻലാൻഡിന്റെ കാര്യം പരാമർശിച്ചിരുന്നു. അന്നൊരു തമാശയായിട്ട് മാത്രമേ എല്ലാവരും അത് സ്വീകരിച്ചിരുന്നുള്ളൂ. എന്നാൽ അതൊരു തമാശയായിരുന്നില്ല. അത് കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക്, ആ ഒരു പിടിവാശിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനകൾ. എന്തുകൊണ്ട് ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാശി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു? ശ്രീ സ്റ്റാൻലി ജോർജ്, ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതൊരു വിവാദം, ലോകം മുഴുവൻ വിവാദത്തിലായിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട്, വിഷയമായതുകൊണ്ട് വളരെ ചർച്ച അനിവാര്യമാണ്. ഈ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ പ്രതിരോധവും സുരക്ഷയും അതിന്റെ തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശമായിട്ട് ഗ്രീൻലാൻഡിനെ അമേരിക്കാനായിട്ട് ഒരു നൂറ്റാണ്ടോളമായി. പ്രത്യേകിച്ചും 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ ശേഷമായിട്ട് അന്ന് ജർമ്മൻകാര് ഡെൻമാർക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അധിനിവേശം നടത്തുകയും ചെയ്തപ്പോഴാണ് ഡെൻമാർക്ക് ഗത്യന്തരമില്ലാതെ അമേരിക്കയുടെ സഹായം തേടുകയും അമേരിക്കയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു റൈറ്റ്സ് 1941 അമേരിക്കയും ഡെൻമാർക്കും തമ്മിൽ ഒപ്പുവെച്ചു. അതിന്റെ പേരിൽ അവിടെ അമേരിക്കയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു, മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിക്കുന്നു, അമേരിക്ക സൈന്യം അവിടെ ഇറങ്ങുന്നു, 2ാം ലോകമഹായുദ്ധം നടക്കുന്നു. യുദ്ധത്തിൽ ജർമ്മനെ പൂർണ്ണമായി അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ സാന്നിധ്യവും മിലിറ്ററി ഓപ്പറേഷനും അവിടെയുള്ള എല്ലാ സ്വാതന്ത്ര്യത്തോടുള്ള അവകാശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരാർ അമേരിക്കയും ഡെൻമാർക്കും തമ്മിൽ ഒപ്പുവെച്ചു. അപ്പോ ഇത് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന അവകാശവും സ്വാതന്ത്ര്യവും പ്രവർത്തനത്തിന്റെ ശക്തിയൊക്കെ തന്നെ ലോകം കണ്ടറിഞ്ഞ കാര്യമാണ്, ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും എന്തുകൊണ്ട് ട്രംപ് ഇത്തരം ഈ ഒരു വിഷയത്തിൽ ഇത്രമാത്രം കടുംപിടുത്തം പിടിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം അഗ്രസീവായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് ചോദിച്ചാല് അമേരിക്കയുടെ സുരക്ഷിതത്വം തന്നെയാണ്. അമേരിക്ക ഭൂഖണ്ഡത്തിന്റെ സുരക്ഷിതത്വം, ആ രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ളതിൽ നേറ്റോ രാജ്യങ്ങളുടെ ഒരു സുപ്രീം കമാൻഡർ എന്നുള്ള നിലയിൽ തന്നെ ട്രംപിന് അമേരിക്കയുടെ മാത്രം സുരക്ഷയല്ല ഇത്. അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള നേറ്റോയുടെ 31 രാജ്യങ്ങൾക്കും ഈ ഗ്രീൻലാൻഡ് എന്ന തന്ത്രപ്രധാന സ്ഥലത്ത് അമേരിക്കയുടെ സാന്നിധ്യം, നേറ്റോ സഖ്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷനും വളരെ അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റഷ്യയുടെയും ചൈനയുടെയും പടക്കപ്പലുകൾ, അവരുടെ മിലിറ്ററി സാന്നിധ്യം അവിടെയെല്ലാം വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വിപുലമായ നിലയിൽ റഷ്യയും ചൈനയും അവിടെയെല്ലാം നേവൽ വെസൽസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രതിരോധിക്കാനും അമേരിക്ക ഭൂഖണ്ഡത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും ഈ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷ പോലെ തന്നെ പ്രധാനമാണ് രാജ്യാന്തര സുരക്ഷയും എന്നാണ് പ്രസിഡന്റ് ട്രംപ് വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളത്.
ഓക്കെ. അതിൻ്റെ അകത്തൊരു ഒരു സംശയം വരുന്നത്, അതായത് ഈ റഷ്യക്കും ചൈനയ്ക്കും ആരാണ് ഗ്രീൻലാൻഡിലേക്ക് ഈ പരവതാനി ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഈ റഷ്യയും ചൈനയൊക്കെ അവിടെ നേവൽ ബേസുകളൊക്കെ ഇങ്ങനെ സ്ഥാപിക്കുന്ന സമയത്ത് അതിനെ തടയിടാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡെൻമാർക്കിന് സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഈ റഷ്യയും ചൈനയും അവിടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വർദ്ധിക്കാൻ ഇടയായത്? ഇത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ, ക്രമേണയാണ്, വളരെ സ്ലോലിയാണ് ഈ സാന്നിധ്യവും ഈ ബിൽഡപ്പ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് ആദ്യം ശ്രദ്ധിക്കാറില്ല, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിന് ഗൗരവാവസ്ഥ മനസ്സിലാകുന്ന അടുത്ത കാലത്താണ്. പ്രത്യേകിച്ചും 2014 റഷ്യ നടത്തിയ അധിനിവേശ പ്രവണത അറിയാം നമുക്ക്. ക്രൈമിയ ആക്രമിച്ച് അധിനിവേശം നടത്തിയ റഷ്യ, പിന്നീട് 2022 ഉക്രൈൻ അധിനിവേശം നടത്തുന്ന കാഴ്ച ലോകം കണ്ടത്, യുദ്ധം നടത്തുകയാണ്. അപ്പോൾ ഇത്തരം അധിനിവേശ ശക്തിയായിട്ടുള്ള പ്രവണതയുള്ള റഷ്യയെ പോലെയുള്ള ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഭ്രാന്തമായ രാജ്യത്തിന്, അല്ലെ ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്കയും സഖ്യകക്ഷികളെയും വെല്ലുവിളിക്കാൻ തക്ക ശക്തിയിൽ അവിടെ ഒരു മിലിറ്ററി സാന്നിധ്യം രൂപപ്പെടുന്നത് അമേരിക്കയുടെ ധാരിമളികൾക്ക് തിരിച്ചു എതിരാണ്. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും ഈ ഗ്രീൻലാൻഡ് അവകാശമാക്കാൻ, സ്വന്തമാക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ടെനന്റ് താമസിക്കുന്ന പോലെ ഇപ്പൊ അമേരിക്ക അവിടെ ഉള്ളത്. ഒരു ടെനന്റിന്റെ സ്വാതന്ത്ര്യമുള്ളൂ. പക്ഷെ ഒരു ഉടമസ്ഥന്റെ സ്വാതന്ത്ര്യമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ എല്ലാ നിലയിലുള്ള സൈന്യ വിന്യാസം നടത്താനും ഇപ്പൊ അണുവായുധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പോർമുനകളും അവിടെ സ്ഥാപിക്കാനും ആ പ്രദേശം മുഴുവൻ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്പിനെയും പരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിയാണ് ഈ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്കയ്ക്ക് പേടിക്കാൻ, അമേരിക്കയ്ക്ക് ആണെങ്കിൽ റഷ്യയുമായിട്ട് 2 കടലിനപ്പുറത്താണ് അമേരിക്ക. എന്നാൽ ഈ 30 രാജ്യങ്ങൾ കിടക്കുന്ന റഷ്യയുടെ ചുറ്റുമാണ്. അപ്പൊ എന്നും എക്കാലത്തും അമേരിക്ക സഖ്യകക്ഷികൾക്ക് വേണ്ടിയാണ് സ്വന്തം പ്രയത്നങ്ങളും സ്വന്തം ധനവും സമ്പത്തും ശക്തിയെല്ലാം വിനിയോഗിച്ചുള്ള സഖ്യകക്ഷികൾക്ക് വേണ്ടിയാണ്. അമേരിക്ക വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാ യുദ്ധങ്ങളും സഖ്യകക്ഷികൾക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതല്ലേ, ഗാസയിലായാലും യുക്രൈനിലായാലും എല്ലാം യുദ്ധം ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. ജനാധിപത്യ സംരക്ഷണത്തിനും ലോക സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്തിട്ടുള്ളത്. ഇതും അതിന്റെ ഭാഗമാണ്. അപ്പോ ഇതാണ് അമേരിക്കയുടെ ഈ പ്രത്യേക നിർബന്ധപൂർവമായ താല്പര്യത്തിന്റെ പുറകിലുള്ള പ്രധാനമായ കാരണം. ഓക്കെ. ശ്രീ ജോസ് കുമ്പളവല്ലി, നമുക്കറിയാം ഈ ഒരു വിഷയം അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിലൊരു ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിലൂടെ. ഇപ്പോൾ ഈ റഷ്യയും ചൈനയും ഗ്രീൻലാൻഡ് ആ മേഖലയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ അമേരിക്കയ്ക്ക് മാത്രമല്ല ഭീഷണി, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആകമാനം ഒരു ഭീഷണിയാണ്. പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, റഷ്യ ഏത് നിമിഷവും യൂറോപ്പിനെ അറ്റാക്ക് ചെയ്യും എന്നൊരു ഭയം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനാൽ തന്നെ വിഷയം ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരുപക്ഷെ സൈനികമായിട്ടുള്ള നടപടിയിലേക്ക് ട്രംപ് ഒക്കെ നീങ്ങിക്കഴിഞ്ഞാൽ അത് യൂറോപ്യൻ യൂണിയൻ വേഴ്സസ് അമേരിക്ക എന്ന ഒരു പോരാട്ടത്തിലേക്ക്, അത് എല്ലാ തരത്തിലും, സാമ്പത്തികമായിക്കോട്ടെ മറ്റേ സൈനികം, അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? ശ്രീ ജോസ് കുമ്പളവല്ലി. നമസ്കാരം. അത് ജോർജിയുടെ ആ ചോദ്യം തന്നെ ഏറ്റവും പ്രസക്തമായി വരുന്ന ഒരു 10 മിനിറ്റിന് മുമ്പ് തന്നെ ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞു. അതായത് ഇതിന്റെ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള, അതായത് ഗ്രീൻലാൻഡിനെ പറയുമ്പോൾ ഒരു ദ്വീപാണ്. അത് നോർത്ത് അറ്റ്ലാന്റിക്കിനും നോർത്ത് പോളിനും ഇടയിൽ കിടക്കുന്ന ഏതാണ്ട് 56,000 ആളുകളെ അവിടെ, പൗരന്മാരെ അവിടെ ഉള്ളൂ. എങ്കിൽ പോലും അവിടുത്തെ ധാതുക്കളും മറ്റ് അപൂർവ ശേഖരങ്ങളും കൈയടക്കണമെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ നമ്മുടെ US പ്രസിഡന്റ് ട്രംപിനുള്ളൂ എന്നുള്ള ഒരു കാര്യം പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം ഇവർ പറയുന്നത്, അതായത് ട്രംപ് പറയുന്നത് ഇത് ചൈനയും റഷ്യയും അധിനിവേശം എടുക്കും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ, ഞങ്ങളുടെ അണ്ടറിൽ ഇതിന്റെ പ്രൊട്ടക്ഷൻ നടന്നു പോകണം. ഇതിനെ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ EU രാജ്യങ്ങളിലെ, നാറ്റോ രാജ്യങ്ങളിലെ 31 അംഗരാജ്യങ്ങൾ ഇതിനെ സമ്മതിച്ചു പോകണം, അംഗീകരിച്ചു പോകണം എന്നുള്ളതാണ് ട്രംപ് ഈ അവസാനത്തെ ഒരു കുറിപ്പില്, അതായത് ഞാൻ നോക്കിയ റിപ്പോർട്ട് അനുസരിച്ച് നോർവേ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞു. അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതായത് ഗോണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പക്ഷെ ഇത് ഒരു വ്യക്തതയോടെ അതിന് മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനോടകം EU, അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഫിനാൻസ് അതായത് സാമ്പത്തിക മന്ത്രിമാർ ഇതിനെതിരെ ഒരു പ്രത്യേക ഉച്ചകോടി വിളിച്ചിട്ടുണ്ട്.
അതെനിക്ക് തോന്നുന്നു ബുധനാഴ്ച അല്ല വ്യാഴാഴ്ച അവർ സമയം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇറ്റലിയും ഫ്രാൻസും അതുപോലെ തന്നെ ജർമ്മനിയും ഇതിന് സൈഡ് ചെയ്തു. ബ്രിട്ടൻ അതിന് നേരത്തെ തന്നെ സൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ രാജ്യങ്ങളുടെ അത് G7 ഉൾപ്പെടുന്ന രാജ്യങ്ങളാണിത് എന്ന് ഓർത്തോണം. അപ്പോൾ തന്നെ ഇതൊരു യുദ്ധത്തിന്റെ ഒരു കാഹളം ധ്വനി തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ വാചകത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം UN സെക്രട്ടറി ജനറൽ ഗുട്ടറസ് പറഞ്ഞു കഴിഞ്ഞു, ഇത്തരം ഒരു പ്രഖ്യാപനം തന്നെ ഒരു യുദ്ധ കാഹളമായിട്ട് അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇതെല്ലാം തന്നെ പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ, അതായത് ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ നോർഡിക് രാജ്യങ്ങളാണ്. ഡെൻമാർക്കിനെ സംബന്ധിച്ച് ഒരു ചെറിയ രാജ്യം, അതിന്റെ അധിനിവേശത്തിൽ കിടക്കുന്ന സ്വയംഭരണാവകാശമുള്ള ഒരു രാജ്യം. അതിന് പക്ഷേ നോർത്ത് അമേരിക്കയുടെ ഭൂഖണ്ഡത്തിൽ കിടക്കുന്നത് കൊണ്ട് അമേരിക്കയായിട്ടുള്ള 1946 മുതലുള്ള ഒരു കരാറിന്റെ ബേസിൽ അവർക്കുണ്ടെങ്കിൽ പോലും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡെൻമാർക്കിന് തന്നെയാണ്. അത് ഞങ്ങളിൽ നിക്ഷിപ്തമാകണമെന്നാണ് ട്രംപിന്റെ ഏറ്റവും അവസാനത്തെ നിലപാട്. അതിനൊരു കാരണം കൂടിയുണ്ട്. ട്രംപ് രണ്ടാം ഊഴത്തിൽ പ്രസിഡന്റായിട്ട് വന്നതിന്റെ നാളെയാണ് അതിന്റെ 1-ാം വാർഷികം. അപ്പൊ ഈ 1-ാം വാർഷികത്തിൽ പുള്ളി ഒരു മേൽക്കൈ ഉണ്ടാക്കാനാണ് ഇന്ന് ഈ ഒരു ലെറ്റർ തന്നെ അയച്ചെന്നാണ് ഞാൻ യൂറോപ്പിലെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അതോടൊപ്പം ട്രംപ് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം ബിസിനസിന്റെ രീതിയിലാണ് രാജ്യത്തെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ തീരുവ, അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്ത രാജ്യങ്ങൾക്ക് ഏറ്റവും അധിക തീരുവയും അല്ലെങ്കിൽ കനത്ത തീരുവയും ഏർപ്പെടുത്തും എന്ന് പുള്ളി ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധകാലത്തിന്റെ എല്ലാവിധ ചുറ്റുവട്ടങ്ങളും ഇപ്പോൾ നിഴലിക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഈ ഒരു വിഷയം, ഈ യുദ്ധത്തിലേക്കോ അങ്ങനെ പോകാതിരിക്കട്ടെ, അങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അത് യൂറോപ്പിന് എത്രത്തോളം അത് താങ്ങാൻ സാധിക്കും? അത് ചരിത്രത്തിലെ ഒരു അപൂർവത തന്നെയായിരിക്കില്ലേ? കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഒരു സഖ്യകക്ഷികളായിരുന്നു, യൂറോപ്പിലെ പല രാജ്യങ്ങളും സഖ്യകക്ഷികളായിരുന്നു. ഈ സഖ്യകക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വിചിത്രമായിട്ടുള്ള, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യത്തിനായിരിക്കില്ലേ അങ്ങനെ ഒരു സൈനിക നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘർഷത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലോകം സാക്ഷ്യം വഹിക്കുന്നത്? അതൊരു പ്രത്യേകതരം ഒരു സാഹചര്യത്തിലൂടെ ലോകത്തെ അല്ലെങ്കിൽ ലോക ജനതയെ കടത്തിവിടാനുള്ള ഒരു സാഹചര്യമല്ലേ സംജാതമാകുന്നത് ശ്രീ ജോസ് കുമ്പളവേലി? തീർച്ചയായിട്ടും അത് യൂറോപ്യൻ യൂണിയന് മാത്രമല്ല, അതായത് യൂറോപ്യൻ യൂണിയനിൽ പെടാത്ത ഈ രാജ്യങ്ങൾക്ക് പോലും ഇതൊരു വലിയ ഭീഷണിയും, അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ യുദ്ധം ചെറുതാണെങ്കിലും വലുതായാലും അത് നഷ്ടങ്ങൾ മാത്രമേ അതിന്റെ കണക്കുകൾ ബാലൻസ് ഷീറ്റിൽ ബാക്കി പത്രത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഉക്രൈനിന്റെ അധിനിവേശം റഷ്യ നടത്തി, അത് ഇപ്പൊ 4-ാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഫെബ്രുവരി 24-ാം തീയതി. അപ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ജർമ്മനിയാണ് അതിന് ഏറ്റവും ബലിയാടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ സകലവിധ പ്രഭാവങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി ബലി കഴിക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കൂനുമേൽ കുരു എന്ന പോലെ ഇപ്പം ഗ്രൂൺലാൻഡിന് വേണ്ടി നിലകൊള്ളേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ജർമ്മനിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും അല്ലെങ്കിൽ നാറ്റോയിലെ മുഖ്യ കക്ഷികൾക്കൊക്കെ തന്നെ താങ്ങാനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് കടന്നു ചെല്ലുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. തീർച്ചയായും, വ്യക്തമാണ്. അത് അങ്ങനെ ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ അത് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഭാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ലോകത്തെ അത് കടത്തിവിടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ സ്റ്റാൻലി ജോർജ്, ട്രംപിന്റെ ഈ ഒരു നിലപാട് നമുക്കറിയാം. ഇപ്പോൾ അമേരിക്കയുടെ ഒരു സെക്യൂരിറ്റിയാണ് അദ്ദേഹം മുന്നിൽ കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നോർവേ പ്രധാനമന്ത്രിക്ക് അയച്ച ആ ലെറ്ററിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വേൾഡ് ഈസ് നോട്ട് സെക്യൂർ അൺലെസ് വി ഹാവ് കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ കൺട്രോൾ ഓഫ് ഗ്രീൻലാൻഡ് എന്ന് പറയുമ്പോൾ പോലും ഈ നേരത്തെ ശ്രീ ജോസ് കുമ്പളവേലിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രീൻലാൻഡ് വളരെയധികം ധാതു സമ്പത്തുള്ള ഒരു പ്രദേശമാണ്. അതുകൂടി നാം കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നിലപാടിനോട് ഈ അമേരിക്കൻ ജനതയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികൾ ട്രംപിന്റെ ഈ ഒരു നിലപാടിനോട് സ്വീകരിക്കുന്ന ഒരു സമീപനം എന്തൊക്കെയാണ്? എത്രത്തോളം ഒരു പിന്തുണ ഈ ഒരു കാര്യത്തിൽ ട്രംപിന് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? ശ്രീ സ്റ്റാൻലി ജോർജ്, അമേരിക്കയുടെ രാജ്യസുരക്ഷയും രാജ്യാന്തര സുരക്ഷയും മാത്രം ആഗ്രഹിക്കുന്ന അമേരിക്കക്കാർക്ക് ഇത് വലിയൊരു അനിവാര്യതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
ഇപ്പൊ ട്രംപിനെ എതിർക്കുന്ന ആളുകൾ, ട്രംപിന്റെ ആശയങ്ങളെയും നിലപാട് എതിർക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ തെറ്റായ ആരോപണങ്ങളോ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. എന്നാൽ അമേരിക്കയെ സ്നേഹിക്കുന്ന ഒരു പ്രസിഡന്റ് തകർച്ചയിൽ അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന നിശ്ചയദാർഢ്യമുള്ള കരുത്തനായ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ട്രംപിന്റെ നയങ്ങളെയും നിലപാടുകളെയും വളരെയധികം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നവരാണ് അമേരിക്കൻ ജനത ഭൂരിപക്ഷം. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഭയങ്കര ഭൂരിപക്ഷം മാൻഡേറ്റ് അത് തെളിയിക്കുന്നതാണ്. ആ മാൻഡേറ്റ് അതിന് കിട്ടിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസമുണ്ട്. ട്രംപ് നടപടിയെടുക്കുമെന്നും തീരുമാനമെടുക്കുമെന്നും നടപ്പാക്കുമെന്നും പറഞ്ഞ വിഷയങ്ങളാണ് അവർക്ക് അത്രമധികം ജനസമ്മതിയോടുകൂടി അദ്ദേഹത്തെ അവർ പ്രസിഡന്റ് ആക്കിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു തരത്തിൽ വിട്ടുവീഴ്ച അദ്ദേഹം കാണിക്കത്തില്ല. പിന്നെ യുദ്ധകാലം എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രംപിന്റെ ഒരു സംസാര രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള മുതിർത്തമില്ല. ഒരു മുതിർത്തും അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം നയത്തിലൊന്നും വല്ല കാര്യങ്ങൾ പറയുന്നത് വളരെ തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പൊ തുറന്ന സമീപനം തന്നെ അദ്ദേഹത്തെ പലപ്പോഴും വിമർശിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന വടികളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പലപ്പോഴും ഇദ്ദേഹം ഒരു കാണിക്കുന്ന ഗുണ്ടായുസമാണെന്നോ അല്ലെ അമേരിക്കയുടെ അധിനിവേശമാണെന്നോ അല്ലെ അമേരിക്ക കടന്നാക്രമിക്കുകയാണെന്നോ ഒക്കെ വരുത്താൻ ശ്രമിക്കുന്ന ധാരാളം മീഡിയകളുമുണ്ട്, അത്തരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമുണ്ട്. ഇവിടെ അമേരിക്ക ഒരിക്കൽ പോലും ബലാത്കാരത്തിന് ഏറ്റവും അവസാനമാണ് അമേരിക്ക ബലപ്രയോഗ നടത്തിലൂടെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇടപെട്ടുള്ളൂ. നയതന്ത്രമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി, സമാധാനമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്ത്. കാരണം ഇങ്ങോട്ട് നോക്കിയോ, എത്രയോ വർഷം നീണ്ട നയതന്ത്രങ്ങൾക്കൊടുവിലാണ് ഒരുപക്ഷെ അമേരിക്ക യുദ്ധത്തിന് മുതിരുന്നത്. എത്രയോ നയതന്ത്ര പരാജയങ്ങൾ സംഭവിച്ചിട്ടാണ് അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഏത് വാറായാലും അങ്ങനെയാണ്. അമേരിക്ക എപ്പോഴും സമാധാനത്തിലൂടെ സമാധാനത്തിലൂടെ ശക്തി എന്നുള്ളതാണ് അമേരിക്കയുടെ മുദ്രാവാക്യം. ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് അതാണ്. യുദ്ധം എപ്പോഴും ഒഴിവാക്കണമെന്നും വിരാമം കുറിക്കണമെന്നും രണ്ട് വലിയ യുദ്ധങ്ങൾ തന്റെ മുമ്പിലിരുന്ന, അതായത് തനിക്ക് മുമ്പിരുന്ന പ്രസിഡന്റിന്റെ അലംഭാവം കൊണ്ടും ഉദാസീനത കൊണ്ടും കഴിവില്ലായ്മ കൊണ്ടും സംഭവിച്ച രണ്ട് യുദ്ധങ്ങൾ ഇന്ന് അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രസിഡന്റ് ട്രംപ്. അദ്ദേഹം അതെല്ലാം ഏറ്റെടുക്കുകയാണ്. മറ്റുള്ളവർ ഉണ്ടാക്കി വെക്കുന്ന ബാധ്യത ഏറ്റെടുക്കുകയാണ്. മറ്റുള്ളവർ ഉണ്ടാക്കി വെച്ച തകർച്ച ഏറ്റെടുത്ത് പരിഹരിക്കുകയാണ്. അപ്പോൾ ഇതൊരു യുദ്ധകാലമൊന്നുമല്ല. കാരണം അദ്ദേഹം നേരിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നയതന്ത്രം പുരോഗമിച്ചു വരികയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അവിടെയുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഉൾപ്പെടെയുള്ള നിർദ്ദേശം അനുസരിച്ച് ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിലുള്ള ഭരണാധികാരികളുമായി നേരിട്ട് ചർച്ച നടത്തി വരികയാണ്. ആ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. ബലാത്കാരങ്ങളുടെ ആവശ്യം വരുന്നില്ല. പിന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ പ്രതികരണം അമിതാവേശമാണ്. എന്തിനാണ് അവർ പ്രതികരിക്കുന്നത്? എന്തിനാണ് ഇത്ര അമിതാവേശം? ഇവിടെ ആരും കീഴടക്കാൻ പോകുന്നില്ല. അവർക്കുള്ള ഈ എതിർക്കാൻ വരുന്ന ഈ നേറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ അമേരിക്ക ഇക്കാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇവിടെ അമേരിക്ക എവിടെ യുദ്ധം ചെയ്താലും അവിടെ ഓയിലിന് വേണ്ടിയാണ്, ധാതുക്കൾക്ക് വേണ്ടിയാണ്, മിനറലിന് വേണ്ടിയാണ്. ഇതൊരു നെറേറ്റീവാണ്. ഒരു സ്റ്റീരിയോ വാചകങ്ങളാണ്. അത് ഇവിടെ സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ധാതുക്കൾ ഉണ്ടാകാം, അങ്ങനെ ഉക്രൈൻ ധാതുക്കളില്ലേ, അല്ലെ, എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും അല്ല. അമേരിക്കക്ക് തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. അമേരിക്ക കനത്ത വില കൊടുക്കുന്ന യുദ്ധങ്ങൾക്ക് ബില്യൺസ് ട്രില്യൺസ് വരുന്ന എക്സ്പെൻസ് വരുന്ന യുദ്ധങ്ങൾക്ക് അത് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഓയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പ്രതിഫലമായി അമേരിക്കയ്ക്ക് ലഭിച്ചേക്കാം. ചിലപ്പോൾ നല്ല രീതിയിലുണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അതിനുവേണ്ടിയാണ് യുദ്ധം. ഇവിടെയും അമേരിക്ക ആഗ്രഹിക്കുന്നത് ഗ്രീൻലാൻഡിലെ ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞ് അവർക്ക് അമേരിക്ക പണം ഓഫർ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ തയ്യാറാണ്. ഏത് വിലയ്ക്കും അമേരിക്ക വാങ്ങിക്കാൻ തയ്യാറാണ്. അമേരിക്ക ഒരു ബയറാണ് ഇക്കാര്യത്തിന്. അമേരിക്ക ഇത് വാങ്ങിക്കാൻ തയ്യാറാണല്ലോ. എന്ത് വിലയോടത്തും വാങ്ങിക്കാൻ തയ്യാറാണ്. ജനങ്ങൾക്ക് ആളാമ്പ്രതി പണം കൊടുക്കാൻ തയ്യാറാണ്. കാരണം യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അമേരിക്ക ഒരിക്കലും സഖ്യരാജ്യങ്ങളുമായി യുദ്ധം ചെയ്യത്തില്ല. ഒരിക്കലും ചെയ്യത്തില്ല. ഇവൻ ശത്രുരാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ മടിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ കാര്യം പറയാം. പണ്ടത്തെ അമേരിക്ക അല്ല എന്തത് അമേരിക്ക. ഇന്നത്തെ അമേരിക്കയെ നയിക്കുന്ന ഡീപ് സ്റ്റേറ്റ് അല്ല, മിലിറ്ററി കോംപ്ലക്സ് അല്ല, അത്തരം സംവിധാനങ്ങളൊന്നും അല്ല. ഇന്ന് ഒരു ശക്തനായ ഭരണാധികാരി, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരി ലോക സമാധാനത്തിന് വേണ്ടി നടത്തുന്ന ശക്തമായ ഇടപെടലായിട്ട് മാത്രമേ ഗ്രീൻലാൻഡിന്റെ ഈ അവകാശവാദത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നാണ് അമേരിക്കയുടെ പൊതുവെയുള്ള വികാരവും ചിന്തയും അത് തന്നെയാണ്. ഓക്കെ.
ഓക്കെ, വ്യക്തമാണ്. ഞാൻ അവസാനമായിട്ട് ശ്രീ ജോസ് കുമ്പളവലിലേക്ക് വരികയാണ്. ശ്രീ ജോസ് കുമ്പളവലി, നമുക്കറിയാം ശ്രീ സ്റ്റാൻലി ജോർജ് സൂചിപ്പിച്ചതുപോലെ ഒരു യുദ്ധം ട്രംപ് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. കാരണം പീസ് പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. പലപ്പോഴും 8ലധികം യുദ്ധങ്ങൾ അവസാനിപ്പിച്ച ആ ഒരു ക്രെഡിറ്റ് അദ്ദേഹം പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തി കാണിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നോർവേ പ്രധാനമന്ത്രിക്ക് അയച്ച ലെറ്ററിൽ പോലും ഈ നോബൽ സമ്മാനം കൊടുത്തില്ലാത്തതിൻ്റെ ഒരു പരിഭവം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു തന്ത്രം, നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. ഇപ്പം ഈ താരിഫ് ഉപയോഗിച്ച് ഈ വരുതിയിലേക്ക് രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളെ, ലോകരാഷ്ട്ര നേതാക്കളുടെ നിലപാടുകളെയൊക്കെ വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു നീക്കം, അത് അമേരിക്കയ്ക്ക് ഒരു ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടോ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ? ഇപ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ മറ്റ് പല ട്രേഡ് അലയൻസ് അത് നോക്കി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലൊക്കെ യൂറോപ്യൻ യൂണിയൻ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള ആ ഒരു ഇറക്കുമതിക്ക് അത് തീരുവ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു താരിഫ് ഉപയോഗിച്ചുള്ള ഒരു ഡിപ്ലോമസി അത് ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ദോഷം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ ശ്രീ ജോസ് കുമ്പളവലിൽ? അങ്ങനെയൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആണ് അവർക്ക്, അല്ലെങ്കിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ ആ ഒരു പ്രസിഡൻസിയിൽ അമേരിക്ക മുന്നേറുമ്പോൾ അവർക്ക് ഒരു ബിസിനസിന്റെ ആ ഒരു മുഖ്യ ഘടകമാണ് മുന്നിൽ നിൽക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം സഖ്യകക്ഷികളുമായിട്ട് യുദ്ധം നടത്തുന്നില്ല എന്ന് പറയുമ്പോഴും വ്യാപാര യുദ്ധം കഴിഞ്ഞ കൊല്ലം ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അവരോധിച്ചതിന് ശേഷം ഫെബ്രുവരി 1 മുതൽ താരിഫ് യുദ്ധമാണ് അദ്ദേഹം മറ്റ് രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അത് ഒരു സമാധാനത്തിന്റെ കാര്യമാണോ? അസമാധാനമല്ലേ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയെ ആശ്രയിച്ച് കഴിയുന്നവരും അല്ലെങ്കിൽ അമേരിക്കയെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ഇതൊരു വലിയ ബലാബലമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ജർമ്മനിയുടെ കാർ മേഖല തകരാൻ കാരണം എന്താണ്? അമേരിക്കയുടെ അമിതമായ ഈ താരിഫ് കൊണ്ടുവന്നതാണ്. അത് ഈ യൂറോപ്യൻ യൂണിയൻ ഒന്നാകെ എതിർത്തിട്ടും ഒടുവിൽ 25% കുറച്ചു തന്നത് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ്, അതായത് ലയൻ അമേരിക്കയിലെത്തി ചർച്ച ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ എന്താ പറയുന്ന മഞ്ഞുരുകി എന്ന് വേണം പറയാൻ. പക്ഷേ ട്രംപിന്റെ ആ ഒരു ചാതുര്യം, അതായത് ബിസിനസിന്റെ ചാതുര്യമാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ അധിപനായിട്ട് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഇന്ത്യയോട് ആണെങ്കിൽ പോലും പ്രധാനമന്ത്രി മോദി അതിനെതിരെ, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിനെതിരെ പ്രതികരിച്ചപ്പോഴാണ് അല്പം മഞ്ഞ് ഉരുകാൻ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. അപ്പോൾ എന്റെ ആധിപത്യത്തിൽ അല്ലെ എന്റെ പ്രഖ്യാപനത്തിൽ നിങ്ങളെല്ലാം വണങ്ങിക്കോണം എന്നുള്ള ഒരു ധ്വനി അവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ ഒരു അസമാധാനത്തിന്റെ ഒരു കാര്യമാണ്. രണ്ടാമത് ഇപ്പൊ ഞാൻ ഈ ലെറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ടോട്ടൽ കൺട്രോൾ എന്ന്. അപ്പൊ ഈ ഗ്രൂൺലാൻഡിന്റെ ടോട്ടൽ കൺട്രോൾ ഈ നിമിഷം മുതൽ ഞങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ എന്ന് വ്യക്തമാക്കിയത് ഒരു യുദ്ധകാലമല്ലേ? ഇത് ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റും അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയും ഒക്കെ ഇതിന്റെ ചർച്ചയിൽ ഉണ്ടെന്ന് പറയുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇത് അസമയത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ഇത് അദ്ദേഹം 1 വർഷമായിട്ട് ആലോചിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ ഇത് പറഞ്ഞു എങ്കിലും ഈ രാജ്യത്തെ നിയമങ്ങളും ഈ രാജ്യത്തെ നേതാക്കളും ഒക്കെ ഇവരുമായിട്ട് ഒരു മേശയ്ക്കിരുന്ന് ചുറ്റും സംസാരിച്ച് തീർക്കാനുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ എന്തിന് ഞാൻ മേധാവിത്വം അല്ലെ അമേരിക്ക മേധാവിത്വം, ട്രംപ് മേധാവിത്വം മറ്റ് രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു? അതാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം. ഇനി വേൾഡ് ഇക്കണോമിക് ഫോറം വരും ദിവസങ്ങളിൽ ദാവോസിൽ നടക്കാനിരിക്കുകയാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഉച്ചകോടിയാണ് നടക്കുന്നത്. അത് തന്നെ അമേരിക്കയ്ക്ക് അവിടെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. വികസന രാജ്യങ്ങളും അതുപോലെ വികസിച്ച രാജ്യങ്ങളും എല്ലാം തന്നെ ഒരേ വേദിയിൽ സംസാരിക്കുന്ന 3 ദിവസത്തെ ഉച്ചകോടി നടക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഈ ഒരു കാര്യത്തിൽ എന്തായിരിക്കും പറയാനുള്ളത്? അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പം രാജ്യസുരക്ഷ എന്ന് കോ പാനലിസ്റ്റ് പറഞ്ഞപ്പോൾ ഇവിടെ
മ്യൂണിച്ചിൽ അടുത്ത ആഴ്ചകളിൽ ഇവിടെ ലോക സെക്യൂരിറ്റി കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് അമേരിക്കയുടെ പ്രതിനിധി എന്ത് സംസാരിക്കും എന്നുള്ള കാര്യം ലോകം കാതോർക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് തന്നെ ഒരു അസമാധാനത്തിന്റെ വഴിയിലേക്കാണ് നടന്നു നീങ്ങുന്നത്. പ്രത്യേകിച്ച് ജർമ്മനി പല കാര്യങ്ങൾക്കും അമേരിക്കയോട് പുതിയ ചാൻസലർ ഞങ്ങളുടെ ഫ്രെഡറിക് മെർസ് ട്രംപുമായിട്ട് കൈ കോർത്തിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹമാണ് ഇപ്പോൾ യൂറോപ്പിന്റെ മൊത്തം കാര്യങ്ങൾ ചെറിയ തോതിലെങ്കിലും കൊണ്ടു നടക്കുന്ന മേർക്കലിന് ശേഷം വന്ന ഒരു ചാൻസലർ എന്ന നിലയിൽ. അപ്പോൾ അതിന് തന്നെ ചിലപ്പോൾ വിള്ളൽ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് തന്നെ ഇവിടുന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾക്ക് ഒരു ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാവരും ഇത് ഉറ്റുനോക്കുന്ന ഒരു കാര്യങ്ങളുമാണ്. യെസ്, വളരെ വ്യക്തമാണ്. എന്ത് തന്നെയായാലും നമുക്കറിയാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ലോക പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് 2026 കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല സംഘർഷങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പൊട്ടി വിടർന്നുകൊണ്ടിരിക്കുന്നു. പല രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സുരക്ഷയ്ക്കും അവരുടെ പരമാധികാരത്തിനും എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള അവകാശമുണ്ട്, നിലപാടുണ്ട്. തീർച്ചയായിട്ടും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. ഈ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുവാൻ ലോക നേതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കട്ടെ, സമാധാനം ലോകത്ത് പുലരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സ്റ്റാൻലി ജോർജ്, ഒപ്പം തന്നെ ശ്രീ ജോസ് കുമ്പളവേലിൽ, രണ്ടുപേർക്കും നന്ദി. നമസ്കാരം.